ഹലോ, സുഖമാണോ? മഞ്ജുഷയാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിരീടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചിരുന്നു. അതായത് നായകമണികളുള്ള എല്ലാം ചേർത്തിട്ടുള്ള ഭാഗം പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വരയ്ക്കാം. അപ്പോൾ സെൻറ്ററിൽ വരച്ചിരിക്കുന്ന നായകമണിയുടെ അവിടെ നിന്നും മുകളിലേക്ക് 2 അങ്കുലം നീളവും 2 അങ്കുലം വീതിയുമുള്ള ഒരു ചെറിയ സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിൽ നമ്മൾ വരയ്ക്കുവാൻ പോകുന്നത് എലഞ്ഞിപ്പൂവാണ്. എലഞ്ഞിപ്പൂഞ്ഞൊന്നും ഞാൻ വരച്ച് കാണിക്കില്ല. എങ്ങനെയാണോ നമ്മൾ അഷ്ടദള മഷിപ്പൂ വരച്ചത് അതുപോലെ തന്നെ ഇവിടെയും വരയ്ക്കുക. അപ്പോൾ ഇലഞ്ഞിപ്പൂവാണ് നമ്മൾ ഈ വരയ്ക്കുന്ന 2 അങ്കുലയ്ക്കകത്ത് വരുന്നത്. 8 ദളങ്ങൾ പോലെ വരയ്ക്കുക. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 8 ദളമുള്ള അഷ്ടദള മഷിപ്പൂ വരയ്ക്കുക. ഇനി നമ്മൾക്ക് ഇലഞ്ഞിപ്പൂവിൻ്റെ മുകളിലേക്ക് 6 അങ്കുലം മാർക്ക് ചെയ്യാം. 6 അങ്കുലം നീളവും വീതിയുമുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിനകത്ത് നമുക്ക് നായകമണി വരയ്ക്കണം. നായകമണി നമ്മൾ 2 ടൈപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റൗണ്ട് ഷേപ്പ് നായകമണി ഇവിടെ വരച്ചു കൊടുക്കുക. നായകമണിയും ഞാൻ വരയ്ക്കുവാനായിട്ട് കാണിക്കില്ല, ഞാൻ ഈ സർക്കിൾ മാത്രമേ ഇടുന്നുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യണം, ഈ സർക്കിളിൻ്റെ ഭാഗത്ത് നായകമണി വരയ്ക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ആദ്യമായിട്ട് കാണുന്നവർ നേരെ ഡേ 1ലേക്ക് പോവുക. ഡേ 1 തൊട്ട് കണ്ടാൽ മാത്രമേ ഞാൻ ഈ പറയുന്നതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഒരു നോട്ട് പോലെ എഴുതി വയ്ക്കുക. അപ്പം ഇവിടെ നമുക്ക് റൗണ്ട് ഷേപ്പ് നായകമണി വരയ്ക്കണം. നായകമണി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലേക്കും ചെമ്പകപ്പൂക്കൾ വരയ്ക്കണം. അപ്പോൾ ചെമ്പകപ്പൂക്കൾ വരയ്ക്കാനായിട്ടൊരു ചെറിയ മെഷർമെൻ്റ് ഉണ്ട്. രണ്ടും ഒരുപോലെ വരണ്ടേ? അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെഷർമെൻറ്റ്സ് 2 രീതിയിലെടുക്കാം. ഞാനിപ്പോൾ 2 രീതിയും പറഞ്ഞുതരാം. ആദ്യം ചെമ്പകപ്പൂവിൻ്റെ സെൻറ്ററിൽ നിന്ന് നായകമണിയുടെ മുകളിലേക്ക് 6.5 അങ്കുല, നമ്മൾ എടുത്തിരിക്കുന്ന പേപ്പർ സ്കെയിലിൻ്റെ 6.5 അങ്കുല എവിടെ വരുന്നോ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക 2 സൈഡിലേക്കും. അപ്പം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഇലഞ്ഞിപ്പൂവിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. ഇലഞ്ഞിപ്പൂവിൻ്റെ സെൻറ്ററിൽ 6.5 അങ്കുല വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മുകളിലത്തെ വശം എവിടെ വരുമോ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരികയെന്ന്. ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ഒരു കണക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെയാണ്. ഇനി അപ്പം മുകളിലേക്കുള്ള ഒരു പോയിൻ്റ് കിട്ടി. ഇനി നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 9 അങ്കുല മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഹൊറിസോണ്ടൽ ലൈനാണ്. 9 അങ്കുല മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് മിഡിൽ പോയിൻറ്റും കിട്ടി. വേണമെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരച്ചോ കേട്ടോ. ഇനി ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ആദ്യം വരച്ച പാർട്ട് 1 കിരീടത്തിൻ്റെ അവിടേക്ക് ഇതേപോലെ തന്നെ ചരിച്ച് 7.5 അങ്കുല മാർക്ക് ചെയ്യുക. 7.5 അങ്കുല 2 സൈഡിലേക്കും മാർക്ക് ചെയ്യുക. വേണമെങ്കിൽ ആ ഒരു 7.5 അങ്കുല അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്നിങ്ങനെ കറക്കി വെച്ച് വരയ്ക്കാം കേട്ടോ. മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ഈ 3 പോയിൻറ്റ്സ് കിട്ടിയാലാണ് നമുക്ക് ആ ഒരു ഷേപ്പ് വരയ്ക്കുവാനായിട്ട് പറ്റുക. ഇനി എന്ത് ചെയ്യണം, ഈ പോയിൻറ്റ്സ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ചെമ്പകപ്പൂ വരയ്ക്കാനുള്ള ആ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഈസി അല്ലേ? നല്ല കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ വീണ്ടും ഒന്ന് കണ്ട് നോക്കാം. മെഷർമെൻറ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കഴിവതും റിപ്പീറ്റായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ വീണ്ടും ഒന്ന് ബാക്കോട്ട് അടിച്ച് കണ്ട് മനസ്സിലാക്കി നോട്ട്സൊക്കെ എഴുതി വെക്കുക. അപ്പം നമുക്കത് ഈ ഒരു ഷേപ്പ് കിട്ടി. ഇനി ഇതിനകത്ത് നമുക്ക് ചെമ്പകപ്പൂ വരയ്ക്കണം. ചെമ്പകപ്പൂ വരയ്ക്കുമ്പോൾ നമ്മൾ ചെമ്പകപ്പൂ സിംഗിളായിട്ട് വരച്ച് പഠിച്ചതാണ്, അത് തന്നെ ഇവിടെ വരച്ചാൽ മതി. ഇപ്പം നമ്മൾ മെഷർമെൻ്റ് എടുത്തത് ഈ ഇലഞ്ഞിപ്പൂവിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇതല്ലാതെ വേറൊരു ഷേപ്പിലൂടെ നമുക്ക് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇലഞ്ഞിപ്പൂവിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു ഇതൊന്ന് വെച്ച് കൊടുക്കുക. ഇലഞ്ഞിപ്പൂവിൻ്റെ തൊട്ട് മുകളിൽ നിന്ന്, അതായത് ഇലഞ്ഞിപ്പൂവിൻ്റെ ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ നായകമണി, നമ്മൾ വരച്ചിരിക്കുന്ന ആ നായകമണി അകത്ത് വരുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കുവാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇലഞ്ഞിപ്പൂവിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നായകമണി ഇതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് എടുക്കുന്ന പോയിൻറ്റിന് പകരം എല്ലാം ഇലഞ്ഞിപ്പൂവിൻ്റെ ടോപ്പിൽ നിന്ന് എടുക്കുക. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇലഞ്ഞിപ്പൂവിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഹൊറിസോണ്ടൽ ലൈൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1 അങ്കുലയോ 1.5 അങ്കുലയോ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചിട്ട് ചെമ്പകപ്പൂവിൻ്റെ സെൻറ്റർ പെറ്റൽ വരയ്ക്കുക. പിന്നെ ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം വരച്ചു കൊടുക്കുക. ചെമ്പകപ്പൂ നല്ലതുപോലെ വരച്ച് പഠിച്ചതാണ്. ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, എത്രയാണോ ഒരു സൈഡിൽ വരച്ചിരിക്കുന്ന പെറ്റൽസ് അത്രയും തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വരയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അറ്റത്തേക്ക് വരുമ്പോൾ, അതായത് പുറമേക്ക് വരുമ്പോഴത്തേക്ക് നല്ല വിടർന്ന പെറ്റൽസ്, നമ്മൾ ചെമ്പകപ്പൂ പഠിച്ചാണ് അതുപോലെ തന്നെ
അപ്പം ഈ ഒരു സൈഡിൽ ഇപ്പോൾ വരച്ചു കഴിഞ്ഞു. ഈ ഒരു സൈഡിൽ വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും നമ്പർ തന്നെ പെറ്റൽസ് വരണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒരു സൈഡ് വരച്ചു കഴിഞ്ഞു, ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡ് വരയ്ക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ വരച്ചിട്ട്. ഇനി എല്ലാവരും മനസ്സിൽ കാണേണ്ടത്, നമ്മൾ ഈ ചെമ്പകപ്പൂ വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു ബേസ് സ്കെച്ച് വരച്ചു. അതായത് 6.5 അങ്കുല 9 അങ്കുലയൊക്കെ കാണി. ഇത് ഒരു നായകമണി തന്നെയാണ്. അപ്പോൾ ഈ നായകമണിയുടെ മുകളിൽ ബാക്കിയുള്ള നായകമണി, ഇലഞ്ഞിപ്പൂ, ചെമ്പകപ്പൂ എല്ലാം വന്നിരിക്കുന്നു. ആ സങ്കല്പത്തിലാണ്, അതാണ് സങ്കല്പം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ നായകമണിയുടെ പുറമേ ഉള്ള ആ മണിമാലയുടെ ചുറ്റിക്കെട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ മണിമാല ഡിസൈൻ വരച്ചിരിക്കുന്ന അതേ മെഷർമെൻറ്റ് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. എത്ര വീതിയാണോ പാരലൽ ലൈൻസ് വരയ്ക്കുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മണിമാല ഡിസൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് പാർട്ടും കംപ്ലീറ്റ് ആയി. മണിമാല ഡിസൈനിന് മെഷർമെൻറ്റ്സ് എടുത്തതുപോലെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒറ്റ നായകമണി വരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് സൈഡിൽ നിന്ന് എല്ലാം നായകമണികൾ ധാരാളം കാണുന്ന രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം, വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ രീതിയിൽ മണിമാല ഡിസൈൻ വരയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കിരീടത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരയ്ക്കാം. ഇത് ഞാനിപ്പം മുഴുവനും കാണിക്കുന്നില്ല. എല്ലാവർക്കും മണിമാല ഡിസൈൻ വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് മണിമാല ഡിസൈൻ വരയ്ക്കുക. വലിയ നായകമണി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ചുറ്റിക്കെട്ട്, അതായത് മുച്ചുരുൾ പോലെ വരച്ചതിന് ശേഷം അതിനകത്ത് ഒറ്റ 4 സൈഡിലായിട്ടല്ല, ധാരാളം ഇടയ്ക്കിടയ്ക്ക് വരച്ചു കൊടുത്തിട്ട് മണിമാല ഡിസൈൻ വരയ്ക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ലൈനിൻ്റെ അവിടെ ഞാനിപ്പോൾ 2 അങ്കുലം മാർക്ക് ചെയ്യുക. ഹൈറ്റ് കുറച്ച് കൂട്ടണമെങ്കിൽ 5.5 അങ്കുലം എടുക്കാം കേട്ടോ. എന്നിട്ട് 2 സൈഡിലേക്കും ഇപ്പം ടോപ്പിൽ 4.5 അങ്കുലം മാർക്ക് ചെയ്യുക, താഴെ 5.5 അങ്കുലം മാർക്ക് ചെയ്യുക. നമ്മൾ എടുക്കുന്ന പേപ്പർ സ്കെയിലിനനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചരിച്ച് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ധാരാളം ഇടരേഖകൾ ഒരേ വീതിക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഭാഗവും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഈ വരയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് മുകളിലേക്ക് 6 അങ്കുല വെർട്ടിക്കൽ ലൈനിൽ മാർക്ക് ചെയ്യുക, ഹൈറ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ലൈനിൻ്റെ ലെഫ്റ്റിലേക്ക് 6 അങ്കുല മാർക്ക് ചെയ്യണം, റൈറ്റിലേക്ക് 6 അങ്കുല മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ക്യാപ്സൂൾ ഷേപ്പ് പോലെ വരയ്ക്കുക. ആ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ 2 സൈഡിലും കുഞ്ചലം പോലെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ അത് വരയ്ക്കുന്നില്ല. ആ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉള്ള ബാക്കി ഭാഗം വരയ്ക്കാം. അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 6 അങ്കുല വെർട്ടിക്കൽ ലൈന്, ഹൊറിസോണ്ടൽ ലൈൻ വന്ന് 12 അങ്കുലയാണ്. അപ്പം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 6 അങ്കുല വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്ക് ഇടരേഖ വരയ്ക്കാം. ഈ ഇടരേഖയുടെ 2 അറ്റത്തുമാണ് ഞാൻ പറഞ്ഞത് ചെറിയ കുഞ്ചലം പോലെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇടരേഖ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗവും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഷേപ്പില്ലേ, അതിൻ്റെ അവിടെ വെർട്ടിക്കൽ ലൈനിൻ്റെ ലെഫ്റ്റിലേക്ക് 5.5 അങ്കുല അല്ലെങ്കിൽ 4.5 അങ്കുല മാർക്ക് ചെയ്യുക. അത് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് വരയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നോക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ 5.5 അങ്കുല മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുകളിൽ ഒരു 3.5 അങ്കുല മാർക്ക് ചെയ്യുക. എന്നിട്ട് ചരിച്ച് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതേപോലത്തെ ലൈൻസ് വരച്ച് ഒന്ന് ഉരുട്ടി 2 സൈഡിലും വരുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ഷേപ്പിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. ഫ്രീ ഹാൻഡായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് മുകളിലേക്ക് ഒരു 3.5 അങ്കുലം മാർക്ക് ചെയ്യുക. 3.5 അങ്കുലം മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ വരയ്ക്കുക. ഇതിൻ്റെ പേര് ശിഖാമണി എന്നാണ്. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ശിഖരം. നമ്മൾ ഇടരേഖകൾ വരച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ പേര് ശിഖരപ്പടി. അപ്പം ഇത്രയാകുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു മെയിൽ കിരീടം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനിയിപ്പോൾ കിരീടം ഞാൻ ഇനി ഒരുപാട് പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 50 ഡേയ്സ് ചലഞ്ചിൽ ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ നമുക്ക് 50 ഡേയ്സ് ചലഞ്ചിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കിരീടം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതാണ് ഈ ഒരു കിരീടം കാണിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ചുറ്റിനും ശിഖാമണിയുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കിരീടത്തിൻ്റെ താഴത്തേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കുക. ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പ് വരയ്ക്കുക, അല്ലെങ്കിൽ ഇതേപോലെ മുകളിലൊന്ന് പരന്നിട്ട് ഒതുക്കി വരയ്ക്കുക. ഇത് പ്രഭാമണ്ഡലമാണ്. ഇത് വരച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. വീഡിയോ നിർത്തി കണ്ട് മെഷർമെൻ്റ് എല്ലാം എടുത്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ഡ്രോയിങ്ങുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. ഓക്കെ, ബൈ.